ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്ന മെന്റർ മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. SSC CGL 2024 ക്രാഷ് കോഴ്സിന്റെ അടുത്ത ഒരു ദിവസത്തെ ക്ലാസ്സുകളുമായിട്ട് നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഡേ 4ന്റെ ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി 3 ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡേ 1 മിക്സ്ഡ് ക്വസ്റ്റ്യൻസും സെക്കൻഡ് ഡേയിൽ ആവറേജിന്റെ നിങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്ന ടൈം എടുക്കുന്നു എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പെൻ ഫ്രീ ആയിട്ടുള്ള മെത്തേഡ്സ്, പിന്നെ മൂന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ ജോമെട്രിയിലെ ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇന്ന് നമ്മൾ ഓൾജിബ്രയിലെ ഇതുപോലെ തന്നെ ഓൾജിബ്രയിലെ ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള നിങ്ങൾക്ക് സമയം ഒരുപാട് എടുക്കുന്ന, അതായത് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ സൊല്യൂഷൻ. ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് കയറി ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഒരുപാട് പഠിക്കേണ്ട കാര്യമല്ല. എങ്ങനെ അത് കുറച്ച് മെത്തേഡ് ഡിഫറെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ 2-3 കാര്യങ്ങൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ അതിനെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരുപാട് സമയം എടുത്ത് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഏറ്റവും സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓൾജിബ്രയുടെ മെയിൻ ആയിട്ടും നമ്മുടെ ഐഡന്റിറ്റീസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ അതിന് ഫോർമുലാസ് ഒക്കെ അറിയണം, ഫോർമുല എല്ലാം പഠിച്ചിരിക്കണം. അതൊക്കെ ഞാൻ പറയാം, എന്തൊക്കെയാ പഠിക്കേണ്ടത്, എങ്ങനെയാ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി മുന്നത്തെ ക്ലാസ്സിൽ കണ്ടിട്ടില്ലെങ്കിൽ ദയവായിട്ട് അത് കാണുക. സ്ട്രാറ്റജി ലാസ്റ്റ് 30 ദിവസം 30 ഡേയ്സ് എന്ത് ചെയ്യണം എന്നുള്ള കാര്യം, നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള വീഡിയോ അതെല്ലാം നമ്മളുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതെല്ലാം കണ്ട് സെറ്റായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ബാക്കി എല്ലാവർക്കുമായിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതുതായിട്ട് വന്ന ഒരുപാട് പേരുണ്ട്, അവർക്ക് എല്ലാവർക്കും ഈ ചാനലിലെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓരോ ക്ലാസ്സുകളായിട്ട് കണ്ട് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതി പഠിച്ച് സെറ്റാവും എന്ന് വിശ്വസിക്കുന്നു. കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം. അപ്പൊ ആദ്യത്തെ ഒരു 1-2 ക്ലാസ്സിൽ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 1-2 ക്ലാസ്സിൽ നല്ല രീതിയിൽ വ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ വ്യൂസ് കുറഞ്ഞു വരികയാണ്. അപ്പൊ അത് അഡ്വാൻസ് മാത്സ് ടോപ്പിക്ക് നിങ്ങൾ വേണമെന്ന് ഒരുപാട് പേര് കമന്റ് ചെയ്തുകൊണ്ടാണ് അഡ്വാൻസ് മാത്സ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ, നിങ്ങൾ ഇത് ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണ്, ഒരുപാട് പേര് കാണുന്നു എന്നുണ്ടെങ്കിൽ, ഞാൻ ക്ലാസ്സുകൾ ഇതേപോലെ മാക്സിമം സമയം കണ്ടെത്തി നിങ്ങൾക്ക് വേണ്ടി ഡെയിലി തരാൻ ശ്രമിക്കുന്നതായിരിക്കും. ഒരു അരമണിക്കൂർ. ഇപ്പോൾ എൻ്റെ ഈ അരമണിക്കൂറിന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ 30 മിനിറ്റത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ എവിടെ പോയി നോക്കിയാലും നിങ്ങൾക്ക് അതൊരു 2 മണിക്കൂർ കൂടുതലുള്ള കണ്ടന്റ് നിങ്ങൾക്ക് ഈ ഒരു 30 മിനിറ്റിൽ നിന്ന് കിട്ടും. അത് പഠിച്ചവർക്കറിയാം, പഠിച്ചവർക്ക് മനസ്സിലാവും അതിന്റെ ഒരു വ്യത്യാസം. നിങ്ങൾ എത്ര സമയം എടുത്ത് കിട്ടുന്ന കൺസെപ്റ്റുകളാണ് നമ്മൾ ഈ ഒരു കുറഞ്ഞ സമയത്തിൽ എത്ര ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത് മാത്രം നോക്കിയാൽ മതി. അപ്പൊ അങ്ങനെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിന്റെ പുറകിലും പ്രിപ്പറേഷൻസ് ഉണ്ട്. അപ്പൊ അതെല്ലാം ടൈം കണ്ടെത്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ പഠിക്കുക, തരുന്ന കാര്യങ്ങൾ പഠിച്ച് അത് യൂസ് ആവുന്നു എന്ന് അറിയിക്കുക. ഓക്കെ, അത് കമന്റ് ആയിട്ട് ഇവിടെ അറിയിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നിങ്ങളുടെ മാർക്ക് ഇമ്പ്രൂവ് ആവുന്നതിലൂടെയും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാക്സിമം ക്ലാസ്സുകൾ ഇനി ഏത് ടോപ്പിക് വേണമെങ്കിലും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സർക്കുലർ റേസിന്റെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് ടൈം എടുക്കുന്നതാണ്, അത് ഞാൻ എന്ത് ചെയ്യും ചെയ്യുന്നതായിരിക്കും. സർക്കുലർ റേസ് നിങ്ങളുടെ എക്സാമിന് മുന്നേ ഒരു ക്ലാസ് ഈ ഒരു ക്രാഷ് കോഴ്സിന്റെ ഭാഗമായിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. പക്ഷെ അതിന് നിങ്ങൾ ഈ ക്ലാസ്സിലെല്ലാം കറക്റ്റായിട്ട് കണ്ടുപോവുക. നിങ്ങൾ നോർത്ത് ഇന്ത്യൻ ചാനൽസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് പേര് കാണും. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ നല്ല ചാനൽസ് ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വിശ്വാസമില്ല, അവിടുന്ന് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ക്ലിയർ ആക്കാൻ പറ്റൂ, അവിടുത്തെ ഷോർട്ട് കട്ട് കിട്ടിയാൽ മാത്രമേ ക്ലിയർ ആക്കാൻ പറ്റൂ എന്നുള്ളൊരു മൈൻഡ് വന്നതുകൊണ്ടാണ്. അത് മാറണം. അതിനുവേണ്ടിയാണ് ഈ ചാനൽ ഞാൻ തുടങ്ങിയിട്ടുള്ളത്. ഈ ചാനലിൽ നോർത്ത് ഇന്ത്യൻ ചാനൽസിനെ വെല്ലുന്ന മെത്തേഡ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷെ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, അതായത് പഠിച്ച് അത് നിങ്ങളുടെ സ്വന്തം മെത്തേഡാക്കാൻ ടൈം എടുക്കും. അത് പഠിച്ച് ശ്രമിച്ചു നോക്കുക. ഒരു 5-6 ക്ലാസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവും. ഓക്കെ, ഇപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഓൾജിബ്രയിലെ 10ഓളം ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചെയ്യുന്നത്. അതും അത്യാവശ്യം ലെവലുള്ള ക്വസ്റ്റ്യൻസ്. അത്യാവശ്യം ലെവലുള്ള എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ കിട്ടാത്ത ക്വസ്റ്റ്യൻസ്. അപ്പൊ അത് ഞാൻ ആദ്യം എക്സാമിന് ചെയ്യുന്ന മെത്തേഡ് പറയണോ അല്ലാതെ ചെയ്യണമെന്ന് നോക്കാം. അത് ഞാൻ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തോണം, നമുക്ക് ഡിസ്കസ് ചെയ്ത് പറയാം. പേന എടുക്കാതെ എല്ലാ ക്വസ്റ്റ്യൻസും വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റും. അത് ഞാൻ വേഗത്തിൽ മാത്രം ചെയ്തു പോയി കഴിഞ്ഞാൽ പുതുതായിട്ട് വന്നവർക്ക് ഇത് മനസ്സിലാവണമെന്നില്ല. ഓൾറെഡി അർജുന ബാച്ചിന്റെ പ്ലേലിസ്റ്റ് ഞാൻ കാണിച്ചു തന്നു. അർജുന ബാച്ച് എന്ന് പറയുന്ന ഒരു ബാച്ചിൽ ഓൾജിബ്ര നമ്മൾ ചെയ്തിട്ടുണ്ട്. 5 ക്ലാസ് 5 ദിവസം ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കുക. നിങ്ങൾ പിനാക്കിളിൽ നിങ്ങൾ നോക്കുന്ന 50 ക്വസ്റ്റ്യൻ ആദ്യത്തെ വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഈ CGL എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രാക്ടീസ് ക്ലാസ് എന്നുള്ള രീതിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ആരെങ്കിലും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അത് ദയവായിട്ട് അത് പോയി കാണുക. അർജുന ബാച്ച് പ്ലേലിസ്റ്റിലുണ്ട്, ഒരുപാട് ചാപ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. അതെല്ലാം കാണുക, അതെല്ലാം നിങ്ങളുടെ എക്സാംസിന് വളരെ യൂസ്ഫുൾ ആണ്. ഇന്ന് നമുക്ക് ഓൾജിബ്രയുടെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ഞാനൊരു 10 സെക്കൻഡ് സമയം തരാം. സ്വന്തമായിട്ടൊന്ന് ചെയ്യാൻ പറ്റുമോ നോക്കുക. ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. എന്നിട്ട് ആ മെത്തേഡ്, ഞാൻ പറയുന്ന മെത്തേഡുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക, ഏതാണ് ബെറ്റർ എന്ന് നോക്കുക. അപ്പൊ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഓഫ്ലൈനിലോ അല്ലാതെയോ സ്വന്തമായിട്ടോ പ്രിപ്പയർ ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെ മെത്തേഡ്സിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഇതിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോച്ചിങ്ങിന്റെ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച സ്ഥലത്തിന്റെ അല്ലെങ്കിൽ ക്ലാസിന്റെ ഗുണനിലവാരം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്നതാണ്. ഇതിനേക്കാളും ബെസ്റ്റ് മെത്തേഡ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ജോമെട്രിയുടെ ക്വസ്റ്റ്യൻ ഒരു ബെസ്റ്റ് മെത്തേഡ് പറഞ്ഞു, അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ പഠിക്കാം. അപ്പൊ ഇതാണ് ബെസ്റ്റ് എന്ന് തോന്നുന്നെങ്കിൽ ഇത് തന്നെ പഠിക്കാം. ഓക്കെ, അതങ്ങനെ ഇത് തന്നെ പഠിക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോളോ ചെയ്യാം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം.
ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എക്സ് ക്യൂ പ്ലസ് വൈ ക്യൂ പ്ലസ് ഇസഡ് ക്യൂ മൈനസ് 3x y z ഇത് നമ്മുടെ ഹാർട്ട് ഓഫ് ആൾജിബ്ര എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഇക്വേഷൻ ആണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ആണ് വേണ്ടത്. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഐഡന്റിറ്റീസ് പച്ചവെള്ളം പോലെ അറിഞ്ഞെങ്കിലും പറ്റും. ഇതിന്റെ 3 ഫോമുല ഉണ്ട്. 3 ഫോമുല ഓൾറെഡി ഞാൻ അർജുന ബാച്ചിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളിവിടെ ഉപയോഗിക്കാൻ വന്ന ഫോമുല എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂ പ്ലസ് വൈ ക്യൂ പ്ലസ് ഇസഡ് ക്യൂ മൈനസ് 3x y z. എത്ര സമയം കുറച്ച് എഴുതാമോ അത്രയും സമയം കുറച്ച് നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇതിന്റെ വാല്യൂ 74. 74 ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇൻറ്റു. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എക്സ് ക്യൂ പ്ലസ് വൈ ക്യൂ പ്ലസ് ഇസഡ് ക്യൂ മൈനസ് 3x y z എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇൻറ്റു ഇത്രയൊന്നും ആവശ്യമില്ല. എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഹോൾ സ്ക്വയർ. രണ്ടാമത്തെ ഞാൻ പഠിപ്പിക്കുന്നതിനകത്ത് എന്റെ ക്ലാസ് കണ്ടവർക്ക് അറിയാം. ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ 3 ഫോമുല ഉണ്ട്. അതിൽ രണ്ടാമത്തെ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന ഫോമുലയാണിത്. എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡിന്റെ ഹോൾ സ്ക്വയർ 4 മൈനസ് 3 ഇൻറ്റു എക്സ് വൈ പ്ലസ് വൈ സെഡ് പ്ലസ് ഇസഡ് എക്സ്. എക്സ് വൈ പ്ലസ് വൈ സെഡ് പ്ലസ് ഇസഡ് എക്സ്. ഓക്കെ, ഇതൊക്കെ അറിയാമെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, യെസ്, നമ്മുടെ സൊല്യൂഷൻ നല്ല ലെവലിലുള്ള സൊല്യൂഷൻ ഞാൻ കാണിച്ചു തരാം. യെസ്, എക്സ് വൈ പ്ലസ് വൈ സെഡ് പ്ലസ് ഇസഡ് എക്സ്. അപ്പോൾ ഇതിന് എന്ത് കിട്ടും? ഇത് 37 മൈനസ് 33 ഈക്വൽ ടു മൈനസ് 3 ഇൻറ്റു എക്സ് വൈ ഇത് കിട്ടും. അപ്പോൾ എക്സ് വൈ പ്ലസ് വൈ സെഡ് പ്ലസ് ഇസഡ് എക്സ് 33 ബൈ മൈനസ് 3 മൈനസ് 11 കിട്ടും. നമുക്ക് രണ്ടാമത്തെ 2 ഇക്വേഷൻ ഇവിടെ ക്ലബ് ചെയ്യേണ്ടി വരും. ഇനി അടുത്ത ഫോമുല ഉണ്ട് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡിന്റെ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡിന്റെ ഹോൾ സ്ക്വയർ 4 ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. അതാണ് നമ്മുടെ ആൻസർ. ആൻസറിനെ ഞാൻ ക്യാപിറ്റൽ എക്സ് എന്ന് കൊടുക്കുന്നു. പ്ലസ് 2 ഇൻറ്റു എക്സ് വൈ പ്ലസ് ഇസഡ് പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സെഡ് പ്ലസ് ഇസഡ് എക്സ് ആണ്. അതിന്റെ വാല്യൂ മൈനസ് 11 ഇൻറ്റു മൈനസ് 11. അപ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ എന്ത് കിട്ടും? മൈനസ് 11 ഇൻറ്റു 2 മൈനസ് 22 ഇപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് 22 4 26. എക്സിന്റെ വാല്യൂ നമുക്ക് 26 ആൻസർ കിട്ടും. പക്ഷേ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഈ 2 കാര്യങ്ങൾ അറിഞ്ഞാലേ ചെയ്യാൻ പറ്റൂ. ഇക്വേഷൻസ് ഒക്കെ പഠിച്ചിട്ട് പോവുകയാണ് വേണ്ടത്, അല്ലാതെ എക്സാമിന് പോയി അല്ല എഴുതേണ്ടത്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി ഈ ക്വസ്റ്റ്യൻ എക്സാമിന് വന്നാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ കണ്ടു, ഇത് കണ്ടു, നമുക്ക് ഇതാണ് വേണ്ടത്. ഇത് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഫോമുലയിൽ നിന്ന് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എക്സ് വൈ പ്ലസ് ഇസഡ് പ്ലസ് ഇസഡ് എക്സ് പ്ലസ് വൈ സെഡ് അത് കണ്ടുപിടിച്ചേ പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ വാല്യൂ 74 ഈക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് 2 ഇൻറ്റു. അപ്പോൾ 74 2 37 ഇങ്ങനെ ആയിരിക്കും തുടങ്ങുന്നത്. ഈക്വൽ ടു ഇതിന്റെ ഹോൾ സ്ക്വയർ, അതായത് 4 മൈനസ് 3 ഇൻറ്റു ആ വാല്യൂ ആണ്. ഇത് 33 വരും. അപ്പം ബൈ 3 ചെയ്യുമ്പോൾ മൈനസ് 11 വരും. മൈനസ് 11 ആണ് എക്സ് വൈ പ്ലസ് വൈ സെഡ് പ്ലസ് ഇസഡ് എക്സ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിന്റെ സ്ക്വയർ 4 ഈക്വൽ ടു ഹോൾ സ്ക്വയർ 4 ഈക്വൽ ടു നമ്മുടെ ആൻസർ പ്ലസ് 2 ഇൻറ്റു ഇതാണ്. ഇപ്പൊ മൈനസ് 22 4 22 ഇതാണ് 26. നമുക്ക് ഇത്രയും മാത്രം എഴുതിയാൽ മതി. അപ്പൊ ഇതിലും കുറച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇതൊക്കെ നിങ്ങളുടെ മെത്തേഡിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യമാണ്. ഇത് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടത്തില്ല. അത് ഞാൻ ഉറപ്പ് തരാം. നിങ്ങൾ അത് ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. അത് വീണ്ടും ചെയ്ത് പഠിക്കുക. ഈ ഒരു മെത്തേഡിലോട്ട് എത്താൻ വേണ്ടിയുള്ള രീതിയിൽ പഠിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അതിന് ആൻസർ നിങ്ങൾക്ക് തന്നിരിക്കും. അല്ലെങ്കിൽ മെയിലായിട്ട് അയക്കാവുന്നതാണ്. അതിനകത്ത് ഗൈഡ് ചെയ്യാൻ ഒരു പ്രശ്നമില്ല. അതുകൊണ്ടാണ് മാഗ്നമെറ്റർ എന്നുള്ള ഈ ഒരു ചാനൽ ഞാൻ ഇത് കൊണ്ടുപോകും. യെസ്, അടുത്ത നോക്കും. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. സ്വന്തമായിട്ട് ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ട് ആൻസർ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞേ. നിങ്ങളിപ്പോൾ പ്രീമിയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതിന് ആൻസർ പറയാം. നിങ്ങൾ ആൻസർ എന്നിട്ട് കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഒരു 10 സെക്കൻഡ് സമയം. ഓക്കെ, ട്രൈ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. നോക്കാം. 16 എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ വാല്യൂ 48 ആണ്. എക്സ് വൈ 2 ആണ്. ഇതിന്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ വേറൊരു വകുപ്പും തോന്നുന്നില്ല. 16 എക്സ് സ്ക്വയർ എക്സിനും വൈക്കും വാല്യൂ ഇട്ട് കൊടുക്കുന്നവരാണെങ്കിൽ എക്സിന് 2 വൈക്ക് 1 കൊടുത്താലും വരത്തില്ല, 1 2 കൊടുത്താലും വരത്തില്ല. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് എന്തായിരിക്കണം? 16 എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 4x പ്ലസ് വൈയുടെ ഹോൾ സ്ക്വയർ എന്ന് എടുത്തു നോക്കാം. 4x പ്ലസ് വൈയുടെ ഹോൾ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? എ സ്ക്വയർ 16 എക്സ് സ്ക്വയർ. ഫോമുലാസ് പറഞ്ഞില്ലെങ്കിൽ ഓൾജിബ്ര പണിയാണ്, ചെയ്യാൻ പറ്റത്തില്ല. നല്ല രീതിയിൽ തറവായിരിക്കണം. ഡെയിലി നിങ്ങൾ എഴുതി നോക്കുന്നത് അത്രയും നല്ല. ഒരു 10 ദിവസം എഴുതേണ്ടി വരും ഫോമുലാസ് എല്ലാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ 4xന്റെ സ്ക്വയർ 16 സ്ക്വയർ, വൈയുടെ സ്ക്വയർ വൈ സ്ക്വയർ. അത് നമുക്ക് 48 തന്നിട്ടുണ്ട്. ഇനി പ്ലസ് 2ab ആണ്. അതായത് 2 ഇൻറ്റു 4x ഇൻറ്റു വൈ ആണ്. 2 ഇൻറ്റു 4x എന്ന് പറയുമ്പോൾ 8x ഇൻറ്റു വൈ, 8xy. എക്സ് വൈയുടെ വാല്യൂ വന്നിട്ടുണ്ട് 8 ഇൻറ്റു 2 16 കിട്ടും. ഇപ്പോൾ 4x പ്ലസ് വൈയുടെ ഹോൾ സ്ക്വയർ 64 കിട്ടും. ഇപ്പോൾ 4x പ്ലസ് വൈയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 8 കിട്ടും. ഇത്ര എഴുതിയാൽ 8 കിട്ടും. നമുക്ക് എന്താ വേണ്ടുന്നത്? ഇതിന്റെ വാല്യൂ ഓഫ് 64 എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ്. അതായത് 4xന്റെ ക്യൂബാണ് എഴുതിയിരിക്കുന്നത്, വൈയുടെ ക്യൂബ് എഴുതിയിരിക്കുന്നത്. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു ഫോമുല പഠിച്ചിട്ടുണ്ടോ? നമ്മുടെ ഓൾജിബ്ര അർജുന ബാച്ചിൽ പഠിപ്പിച്ചിട്ടുള്ളത്. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മൈനസ് 3ab. ഇങ്ങനെയൊക്കെ ഫോമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഫോമുല ഉണ്ട്. രണ്ടാമത്തെ ഫോമുലയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം മൈൻഡിൽ വരണ്ട. 64 എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 4x പ്ലസ് വൈ ഇൻറ്റു ഇവിടുത്തെ എ എന്ന് പറഞ്ഞാൽ 4x ആണ്, ബി എന്ന് പറഞ്ഞാൽ വൈ ആണ്. 8 ഇൻറ്റു 8ന്റെ സ്ക്വയർ 4x പ്ലസ് വൈയുടെ ഹോൾ സ്ക്വയർ, അതായത് 64 മൈനസ് 3 ഇൻറ്റു എ ബി, 3 ഇൻറ്റു 4x ഇൻറ്റു വൈ. 3 ഇൻറ്റു 4x എന്ന് പറയുമ്പോൾ 12x
12xy. അപ്പോൾ 12 ഇൻറ്റു എക്സ് വൈയുടെ വാല്യൂ 2, 12 ഇൻറ്റു 24, അതായത് 40 ഇൻറ്റു 8, 320 നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ സി ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്തത്? ഇത് കുറച്ചുകൂടെ സ്പീഡ് ചെയ്യാം. ഇത് കിട്ടി 4x + y ഹോൾ സ്ക്വയർ കിട്ടും 48, പിന്നെ 4x ആണ്, അത് എഴുതേണ്ടി വരും കേട്ടോ. അപ്പോൾ 64, പിന്നെ 8 എന്ന് കിട്ടും. 8 വരെ വേണമെങ്കിൽ പേന എടുക്കുക ചെയ്യാം. പിന്നെ 8 ഇൻറ്റു 64 മൈനസ് ആ ഒരു 24, ഇത് ചിലപ്പോൾ പേന എടുത്ത് ചെയ്യേണ്ടി വരും. എത്ര സ്റ്റെപ്പ് ഉള്ളതാണ്. നിങ്ങൾ ബുക്കിലൊക്കെ ഈ ക്വസ്റ്റ്യൻ, ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ബുക്കിലൊക്കെ ഇതിന്റെ സൊല്യൂഷൻ നോക്കിക്കോണം. നിങ്ങളെയൊക്കെ ഇതുപോലെയാണ് പഠിപ്പിച്ചിട്ടുള്ളതെന്ന് നിങ്ങളൊന്ന് സെൽഫ് ചെക്ക് ചെയ്യണം. ഇങ്ങനെ ചെയ്തിട്ടാണ് ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നത്, ആൻസർ സെറ്റ് ആക്കി കൊണ്ടുപോകുന്നത്. അവിടെ നമ്മൾ എഴുതിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം മനസ്സിലാക്കണം. ഇത്ര ബേസ് ലെവലായാലും, നിങ്ങൾ ബേസ് ലെവലാണെന്ന് വെച്ചോ, ബേസ് ലെവലാണെങ്കിൽ കൂടുതൽ സമയം എടുക്കുന്നേ ഉള്ളൂ ഇത് മനസ്സിലാക്കാൻ. വൺസ് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തത് ഇതൊന്ന് ട്രൈ ചെയ്ത്. ഓക്കെ, സമയം തരാം, ട്രൈ ചെയ്തോളൂ. ആൻസർ കിട്ടുന്നുണ്ടോ നോക്കൂ. നിങ്ങൾ സ്വന്തം മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓപ്ഷനും ഉണ്ട്, ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് പ്രീമിയർ ചെയ്യുവാണെങ്കിൽ പറഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് പറയുന്നതായിട്ടൊന്ന് പറഞ്ഞു, കുഴപ്പമില്ല ചെയ്ത് നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ കിട്ടില്ലെന്ന് പറഞ്ഞു. ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ ക്ലാസ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. മാക്സിമം പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. ഒരുപാട് പേർക്ക് അറിയില്ല ഇങ്ങനെ ചാനലുണ്ട്, ക്ലാസ്സുകളുണ്ടെന്നുള്ള കാര്യമൊക്കെ. ഓരോ എക്സാം വരുമ്പോഴും നമുക്ക് ചെയ്യാം, അതേപോലെ ക്രാഷ് കോഴ്സ് ഒക്കെ ചെയ്യാം. നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ച് ക്ലാസ്സുകളൊക്കെ ചെയ്യാം. നോക്കാം, കിട്ടിയ ആൻസർ നോക്കാം. a² + b² + c² വാല്യൂ വന്നിട്ടുണ്ട്. a² + y² + z² ഉണ്ട്. ax b y c z 20 ആണ് വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പഠിപ്പിക്കും. വെറുതെ വാല്യൂ പുട്ടിങ് എന്ന് കേട്ട് കാണും. വാല്യൂ പുട്ടിങ് നമ്മൾ വെറുതെ ചെയ്യേണ്ട ഒരു സംഭവമല്ല. ചുമ്മാ എടുത്ത് എല്ലാത്തിനും വാല്യൂ ഇടുക ചെയ്യുമല്ല. അതിനൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഇവിടെ എത്ര വേരിയബിൾസ് ഉള്ളത്? വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്ത് വാല്യൂ വേണമെങ്കിലും വരാൻ പറ്റുന്ന അതിനെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എത്ര ഉണ്ട്? എ ബി സി 3 വേരിയബിൾ, എക്സ് വൈ സെഡ് 3 വേരിയബിൾ. ഇത് രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ 6 വേരിയബിൾ ആണ് ഉള്ളത് ടോട്ടൽ. ഇക്വേഷൻ എത്ര ഉണ്ട്? 1, 2, 3 ഈക്വൽ ടു സൈനുള്ള 3 ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ഇക്വേഷൻസിന്റെ അത്രയും നമ്പർ ഓഫ് വേരിയബിൾസേ ഉള്ളെങ്കിൽ ഫിക്സ്ഡ് ആയിരിക്കും വേരിയബിൾസിന്റെ വാല്യൂ. ഇപ്പോൾ 3 ഇക്വേഷനും 3 വേരിയബിൾ ആണെങ്കിൽ ആ 3 വേരിയബിളിനും ഫിക്സ്ഡ് ആയിട്ടുള്ള വാല്യൂ ഉണ്ടെങ്കിലേ എന്ത് ചെയ്യത്തുള്ളൂ, ആ 3 ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ. പക്ഷെ ഇവിടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ 6 വേരിയബിൾ ഉണ്ട്, 3 ഇക്വേഷനേ ഉള്ളൂ. അതായത് ബാക്കി 3 വേരിയബിളിന് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. 6 - 3 3 ആണ്. അതായത് ആ 3 വേരിയബിളിന് നമ്മൾ ഏത് വാല്യൂ കൊടുത്താലും കുഴപ്പമില്ല, 3 ഫിക്സ് ആയിട്ടിരിക്കുന്നേ ഉള്ളൂ. 3 വാല്യൂ ഫിക്സ് ആയിരിക്കും, ബാക്കി വാല്യൂസ് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. കാര്യം ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന അങ്ങനെ കുറെ കോമ്പിനേഷൻസും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്ത് ചെയ്താൽ മതി, സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഞാനിവിടെ സിമ്പിളായിട്ട് ഏതെങ്കിലും രണ്ടെണ്ണത്തിന് 0 കൊടുക്കാം. ഞാൻ സിക്ക് 0 കൊടുക്കുന്നു, y യൂസറിന് 0 കൊടുക്കുന്നു. അപ്പോൾ c = y = z = 0. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം, ഏതിന് വേണമെങ്കിലും 0 കൊടുക്കാം. ഞാൻ ചുമ്മാ കൊടുക്കുന്നു, 3 0 കൊടുക്കും. ബാക്കി 3 വാല്യൂ ഫിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ എന്തുകൊണ്ട് ഈ 3 എടുത്തത്? 6 വേരിയബിളും 3 ഇക്വേഷനും ആയതുകൊണ്ട് അതിന്റെ ഡിഫറൻസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വാല്യൂ പുട്ടിങ് ചെയ്യുന്നത്. ഇതാണ് വാല്യൂ പുട്ടിങ്ങിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഓൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ ഫൗണ്ടേഷനിൽ പഠിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? c 0 ആണ്. a² + b² 16 കിട്ടി. a² + b² 16 കിട്ടി. വേറൊരു ചേഞ്ചും ഇല്ല. ഇവിടെ y യൂസറിന് 0 ആണ്. x² വാല്യൂ നമുക്ക് 25 കിട്ടി. അപ്പോൾ x എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? x² വാല്യൂ 25 ആണെങ്കിൽ x എന്ന് പറഞ്ഞാൽ നമുക്ക് 5 കിട്ടി. ഇനി ax + by + z 20 ആണ്. അപ്പോൾ by y 0 ആണ്, z 0 ആണ്. ഇത് 0, ഇത് 0. ax ന്റെ വാല്യൂ 5 ആണ്. അപ്പോൾ a × 5 5a = 20 കിട്ടി. എയുടെ വാല്യൂ എന്ന് കിട്ടി 20/5 4 കിട്ടി. അപ്പോൾ എയുടെ വാല്യൂ ഇവിടെ 4 കൊടുക്കുമ്പോൾ 4 സ്ക്വയർ 16 ആണ്. അപ്പോൾ b എത്ര ആയെങ്കിലും പറ്റും? 0 ആയെങ്കിലും പറ്റും. അപ്പോൾ നമുക്ക് a = 4 എന്ന് കിട്ടി, b = 0 എന്ന് കിട്ടി. എല്ലാത്തിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. കാര്യം ഇത്രയും വാല്യൂസിന് എന്താണ്, ഈ ഇക്വേഷൻസ് എല്ലാം സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഈ ഇക്വേഷൻസ് ഈ വേരിയബിൾസിന്റെ വാല്യൂ സാറ്റിസ്ഫൈ ചെയ്തെങ്കിലേ പറ്റും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ തെറ്റും. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസ് കൊടുക്കുമ്പോൾ ഇത് സാറ്റിസ്ഫൈ ആവുമെന്ന് പറഞ്ഞാൽ ഇതിന്റെ വാല്യൂസ് എന്ത് എടുക്കാം, നമുക്ക് ഇത് ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാല്യൂ പുട്ടിങ് ചെയ്യുന്നത്. ഇത് സ്പീഡ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇതിനകത്ത് സ്പീഡ് നിങ്ങൾക്ക് വരത്തുള്ളൂ. എത്ര പെട്ടെന്ന് ചെയ്യണം എന്നുള്ള സ്പീഡ് വരത്തുള്ളൂ. മെത്തേഡ് ഇതാണ്. ഇപ്പോൾ a + b + c എന്ന് പറഞ്ഞാൽ എന്തൊരു ബിയും സിയും 0 ആണ്. ഇപ്പോൾ a എന്ന് പറഞ്ഞാൽ 4 ആണ്, y യൂസറിന് 0 ആണ്, x ന്റെ വാല്യൂ 5 ആണ്. 4/5 നമുക്ക് സുഖമായിട്ട് ആൻസർ കൊടുക്കാം. അല്ല നിങ്ങൾ ഇതിന്റെ സൊല്യൂഷൻ നോക്കുവാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കേണ്ട ഒരു സൊല്യൂഷൻ ആയിരിക്കും ഇത്. ഓക്കെ, നെക്സ്റ്റ് ഇത് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് പറയണം ലാസ്റ്റ്, ഇത് കഴിഞ്ഞിട്ട് പ്രീമിയറിലെല്ലാം പറഞ്ഞിട്ട് ലാസ്റ്റ് നിങ്ങൾ ക്ലാസ് റെക്കോർഡ് ക്ലാസ് ആണ് കാണുന്നെങ്കിൽ കമന്റ് ആയിട്ട് പറയണം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്തപ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് 10ൽ എത്ര മാർക്ക് എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ഇത് കണ്ടു, നിങ്ങൾ റെക്കോർഡ് ക്ലാസ് കണ്ടപ്പോൾ, ഞാൻ ഓഫ്ലൈൻ അല്ല നിങ്ങളെ പഠിപ്പിക്കുന്നത്, റെക്കോർഡ് ക്ലാസ് കണ്ടപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു എന്ന് എനിക്കൊരു ബോധ്യം വരാം. നിങ്ങൾക്ക് നാണക്കേടാണ്, നിങ്ങൾക്ക് മാർക്ക് ഇപ്പം കുറവാണെന്ന് പറഞ്ഞ് നാണക്കേടാണെന്ന് വിചാരിക്കേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾ പഠിക്കുകയാണെന്ന് വിശ്വസിക്കുക,
ബാക്കിയുള്ള ഒരുപാട് പേര് പഠിക്കാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ മെത്തേഡ് ഒന്നും പഠിക്കാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരെക്കാളും നിങ്ങൾ മുന്നിലാണ്. നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാൻ പറ്റി എന്നുള്ള വിശ്വാസത്തിൽ എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ മുന്നേറാം. നിങ്ങൾക്ക് തന്നെ നോക്കാം. നിങ്ങൾ പിന്നെ ഒരു സമയത്ത് ഈ ഒരു വീഡിയോ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ ആ സമയത്ത് 10ൽ ഇത്ര ക്വസ്റ്റിന് ചെയ്യാൻ പറ്റിയിട്ടുള്ളായിരുന്നു. ഇപ്പൊ എനിക്ക് എല്ലാ ക്വസ്റ്റിനും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ ക്ലാസ്സിനോട് ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഓൾറെഡി 3 ക്ലാസ്സിന്റെയും ക്ലാസ്സിനോട് ഷെയർ ചെയ്ത് കഴിഞ്ഞു. ടെലിഗ്രാം ചാനലിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. എന്നിട്ട് ക്ലാസ്സിനോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതിന്റെ ക്ലാസ്സിനോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ചെയ്ത് നോക്കാം. 10ൽ 10ഉം എത്തിക്കുന്ന രീതിയിൽ എത്തിക്കാം. അപ്പൊ കമന്റ് ആയിട്ട് പറയാം 10ൽ എത്ര ക്വസ്റ്റ്യൻസ്. ഇതൊക്കെ ഞാൻ പറയാറുണ്ട്. എത്ര പേര് ഫോളോ ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ പറയാറുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ, നോക്കാം. അപ്പൊ ഇത് ഫ്യൂച്ചറായിട്ട് വരുന്നവർക്ക് ഈ ക്ലാസ് കാണാൻ ഒരു ഇൻട്രസ്റ്റ് വരും. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. x = 6 + 2√6 ചെയ്ത് നോക്കിയത് ആൻസർ കിട്ടിയോ? നോക്കാം. എക്സിന്റെ വാല്യൂ ഇതാണെങ്കിൽ പഠിച്ച ഒരു √x-1 + 1/√x-1. കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ എക്സിന്റെ വാല്യൂ നമുക്ക് ഇവിടെ x-1 ആണ്. അപ്പോൾ x-1 എന്ത് വരും? അതാണ് നമുക്ക് വേണ്ടത്. x-1 എന്ന് പറഞ്ഞാൽ 5 + 2√6. ഇനി നമ്മുടെ കളി മാറി. കാര്യം x-1 കിട്ടുമ്പോൾ 5ഉം 2√6 ഇങ്ങനെ ഒരു വാല്യൂ കിട്ടുവാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, എന്ത് ചെയ്യണം? ഈ നമ്പേഴ്സ് നോക്കുക. ഇത് 5ഉം ഇത് 2√6. ഇതിന്റെ ഡിഫറൻസ് എത്രയാണെന്ന് നോക്കുക. സ്ക്വയറിന്റെ 5ന്റെ സ്ക്വയർ 25ഉം 2√6ന്റെ സ്ക്വയർ 2ന്റെ സ്ക്വയർ 4 × √6ന്റെ സ്ക്വയർ 6, 4 6 24. ഡിഫറൻസ് എത്രയാണോ? 1 ആണ്. അപ്പൊ സ്ക്വയറിന്റെ ഡിഫറൻസ് 1 ആണെങ്കിൽ ഈ വാല്യൂന് x-1 ഞാൻ ഒരു എളുപ്പത്തിന് വേണ്ടി ഞാൻ m എന്ന് കൊടുക്കണം. ജസ്റ്റ് ഒരു എളുപ്പത്തിന്. കാര്യം എപ്പോഴും x-1 എന്ന് എഴുതണ്ട. എമ്മിന്റെ വാല്യൂ 5 + 2√6 ആണെങ്കിൽ 1/m എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 5 - 2√6 ആയിരിക്കും. ഞാൻ ഇപ്പോഴത്തോടെ എഴുതാം. നിങ്ങൾ 1/m 1/5 + 2√6 മേളിൽ താഴെ കോഞ്ചുഗേറ്റ് ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പൊ ഡയറക്റ്റ് ഷോർട്ട് കട്ട് ആയിട്ട് പഠിച്ചോളാം. 1/m. m 5 + 2√6 ആണെങ്കിൽ 1/m എന്ന് പറഞ്ഞാൽ എന്താണ്? 5 - 2√6 ആണ്. ഇങ്ങനെ 5 + 2√6 എന്നല്ല കാണാൻ പഠിക്കേണ്ടത്. ഇങ്ങനെയുള്ള നമ്പേഴ്സിൽ ഒരു കോൺസ്റ്റന്റും പിന്നെ ഒരു റൂട്ടിന്റെ കൂടെ ഉള്ള ഒരു നമ്പരും കിടക്കുവാണെങ്കിൽ ചെയ്യേണ്ട കാര്യം ഇതിന്റെ സ്ക്വയറിന്റെ ഡിഫറൻസ് എടുക്കുക. അപ്പൊ സ്ക്വയറിന്റെ ഡിഫറൻസ് 1 ആണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് ഇടയ്ക്കുള്ള സിമ്പിൾ ചിഹ്നം അങ്ങ് പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കുക, മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കുക. ഇവിടെ എമ്മിന്റെ വാല്യൂ 5 + 2√6 ആണെങ്കിൽ 1/mന്റെ വാല്യൂ 5 - 2√6 ആണ്. ഇവിടെ നമുക്ക് വേണ്ടത് √m പ്ലസ്, പിന്നെ നേരെ എഴുതാം. നമുക്ക് വേണ്ടത് √m. ഇതൊക്കെയാണ് മെത്തേഡ് എന്ന് പറയുന്നത്. √m + 1/√m ആണ്. അതിനെന്ത് വേണം? അത് നമുക്ക് m + 1/m കണ്ടുപിടിക്കാം. m 1/m കിട്ടി. 5 + 2√6 + 5 - 2√6 പ്ലസ് 2√6 - 2√6 പോയി 5 5 10 എന്ന് കിട്ടി. m + 1/m 10 ആണെങ്കിൽ √m + 1/√m. JCB മെത്തേഡ് ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ JCB മെത്തേഡ് കിട്ടും. JCB മെത്തേഡ് വീഡിയോ വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. യെസ്, JCB മെത്തേഡ് ആ ഒരു പ്രചോദന ബാച്ചിൽ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുക. JCB മെത്തേഡ് മലയാളം ഓൾജിബ്ര സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാസ് കിട്ടും. യെസ്, അപ്പോൾ m + 1/mന്റെ വാല്യൂ തന്നിട്ടുണ്ട്. √m + 1/√m. ഹയർ പവറിൽ നിന്ന് ലോവർ പവറിലോട്ട് പോവുക. എന്ത് ചെയ്യുക? പ്ലസ് ആണെങ്കിൽ √ എന്താണ് ഇവിടെ ഉള്ളത്? അതേ +2. അപ്പോൾ √12. √12 എന്ന് പറയുമ്പോൾ 4 × 3 ആണ് 12. 4 റൂട്ടിന് പുറത്ത് വരുമ്പോൾ 2 വരും. 2√3 എന്ന് ആൻസർ കിട്ടും. ഓപ്ഷൻ എ നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ. അപ്പൊ ഇനി ഈ ക്വസ്റ്റ്യൻ എങ്ങനെ എക്സാമിന് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്? നിങ്ങൾ ചെയ്തവർ കാണും, ചെയ്യാത്തവരും കാണും. ഓക്കെ, ചെയ്യാത്തവർക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ചെയ്തവർക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടെങ്കിൽ അവിടെ അത് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ ഇല്ല. 36 27 ഒരു ബന്ധമില്ല. x-1 എന്ന് പറയുമ്പോൾ 5 വന്നു. ഡിഫറൻസ് 1 ആണ്. അപ്പോൾ 1/mന്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇപ്പൊ x-1ന്റെ വാല്യൂ ഇതാണെങ്കിൽ 1/x-1ന്റെ വാല്യൂ നമുക്ക് കിട്ടി 5 - 2√6. ഇപ്പൊ x-1 + 1/x-1ന്റെ വാല്യൂ 10 കിട്ടി. അതുവരെ നമുക്ക് കിട്ടും. ഇനി റൂട്ട് എന്ന് പറഞ്ഞാൽ √10 + 2 √12. പേന എടുക്കാതെ ചെയ്യാം. പേന എടുക്കാതെ ചെയ്യാം. പേന എടുക്കാതെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പറയണം കേട്ടോ. പേന എടുക്കാതെ നിങ്ങൾക്ക് ചെയ്യാം. അതൊക്കെ പ്രാക്ടീസ് എത്രത്തോളം ഉണ്ട്, കാര്യങ്ങൾ എത്രത്തോളം അറിയുന്നു. ഈ മെത്തേഡൊക്കെ JCB മെത്തേഡൊക്കെ അറിഞ്ഞാലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ ബുക്കിലെ ആ ഒരു ബുക്ക് വാങ്ങി പഠിക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് ടൈം കൂടുതൽ എടുക്കുന്നതിന്റെ കാരണം അതാണ്. അതേപോലത്തുള്ള മെത്തേഡ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, 5ാമത്തെ ക്വസ്റ്റ്യൻ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കിട്ടുന്നുണ്ടോ ആൻസർ? എല്ലാം നല്ല ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. നമ്മൾ ഈ അരമണിക്കൂർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത്രമാത്രം അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യന്റെ ക്വാളിറ്റി നിങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. യെസ്, ട്രൈ ആയിട്ട് ആൻസർ കിട്ടിയോ? ഒന്ന് ചെയ്തിട്ട് പറഞ്ഞേ. എഴുതി വെക്കും ഒരു സ്ഥലത്ത് ഇത്ര മാർക്ക് കിട്ടുന്നുണ്ടോ.
യെസ്, നമുക്ക് ചെയ്യാം. പി ക്യൂ പ്ലസ് ആർ ക്യൂ ക്യൂ ആർ ക്യൂ മൈനസ് 3 പി ക്യൂ വന്നിട്ടുണ്ട്, എ ഈക്വൽ ടു വന്നിട്ട്, ബി ഈക്വൽ ടു വന്നിട്ട്, സി ഈക്വൽ ടു വന്നിട്ട്, വാട്ട് ഇസ് വാല്യൂ എ ക്യൂ പ്ലസ് ബി ക്യൂ പ്ലസ് സി ക്യൂ മൈനസ് 3 എ ബി സി. അപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ വാല്യൂ പുട്ടിങ് ചെയ്തൂടെ? ചെയ്യാം, ഈസി ആയിട്ട് വാല്യൂ പുട്ടിങ് ചെയ്യാം. എത്ര ഇക്വേഷൻ ഉണ്ട്? 1 2 3 4 ഇക്വേഷനും എത്ര വേരിയബിൾ ഉണ്ട്? പിയും ക്യൂവും ആറും എ ബി ബി സി 6 ഉണ്ട്. അതായത് നമുക്ക് രണ്ടെണ്ണത്തിന് RMS രണ്ടെണ്ണത്തിന് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ഞാൻ ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കുക. ഏതാ? നിങ്ങൾ ഏതെങ്കിലും പറ. ക്യൂവും ആറും ഞാൻ എന്ത് ചെയ്യാം? 0 കൊടുക്കുക. ക്യൂ ആർ 0 ആയാലും ബാക്കിയുള്ള വാല്യൂസ് ഫിക്സ് ആയിരിക്കും, അത് വെച്ച് എന്തായിക്കോളും? അഡ്ജസ്റ്റ് ആയിക്കോളും. ഇപ്പോൾ ക്യൂ ആർ 0 ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പി ക്യൂബിന്റെ വാല്യൂ നമുക്ക് 4 എന്ന് കിട്ടും, ബാക്കിയെല്ലാം 0 ആണ്. എ എന്ന് പറഞ്ഞാൽ ക്യൂ പ്ലസ് ആർ ആണ്, എ എന്ന് പറഞ്ഞാൽ ക്യൂ പ്ലസ് ആർ 0 കിട്ടി. ബി എന്ന് പറഞ്ഞാൽ ആർ പ്ലസ് പി ആണ്, ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആറ് നമുക്ക് 0 ആണ്, അപ്പോൾ പി എന്ന് കിട്ടും. സി എന്ന് പറഞ്ഞാൽ പി പ്ലസ് ക്യൂ ആണ്, ക്യൂ 0 ആയതുകൊണ്ട് അവിടെയും പി എന്ന് കിട്ടും. അപ്പോൾ എ ക്യൂ പ്ലസ് ബി ക്യൂ പ്ലസ് സി ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? എ ക്യൂബ് 0 ആണ്, ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് എന്ന് പറഞ്ഞാൽ ബിയും സിയും പി തന്നെയാണ്. അപ്പോൾ പി ക്യൂബ് പ്ലസ് പി ക്യൂബ് 2 പി ക്യൂബ് മൈനസ് എ 0 ആയതുകൊണ്ട് അതെന്തായി പോകും? 0 ആയി പോകും. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 2 പി ക്യൂബ്. പി ക്യൂബിന്റെ വാല്യൂ 4 ആയതുകൊണ്ട് 2 പി ക്യൂബിന്റെ വാല്യൂ എത്രയാണ്? 8. എത്ര സിമ്പിൾ ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എത്ര പേര് ഇങ്ങനെ ചെയ്തു? ഇത് ചെയ്തെങ്കിൽ നിങ്ങൾ റൈറ്റ് ട്രാക്കിലാണ്. നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളവർ നന്നായിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തുണ്ട്? കൺസെപ്റ്റ് ഓൾജിബ്രയിൽ സെറ്റാണ്. അല്ലാത്തവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? കുറച്ചുകൂടെ വർക്ക് ചെയ്യേണ്ടി വരും. യെസ്. അപ്പോൾ ഇതിന്റെ ആൻസർ വളരെ ഈസി ആയിട്ട്, ഇതൊക്കെ നിങ്ങളുടെ മൈൻഡിൽ നടക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ ഇത്രയും മാത്രം എഴുതിയാൽ മതി ഈ ക്വസ്റ്റിനകത്ത്. ഒരുപാടൊന്നും എഴുതണ്ട. നിങ്ങൾ ഇതിന്റെ സൊല്യൂഷൻ ഒക്കെ കണ്ട പേജ് കണക്കിന് താഴോട്ട് എഴുതേണ്ടി വരും കേട്ടോ. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് വാല്യൂ പുട്ടിങ് ചുമ്മാതെ നമുക്ക് കൊടുക്കുമല്ല, നമ്മൾ വെറുതെ കയറി പീക്കും ക്യൂക്കും വാല്യൂ കൊടുക്കുമല്ല. അത് ശ്രദ്ധിച്ചോണം. ഇതാണ് ഒരുപാട് പേർക്കും അറിയാത്തത്, ഒരുപാട് പേരും പറഞ്ഞു തരാത്തത്. വാല്യൂ പുട്ടിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അത് വേണ്ടടുത്ത് എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. നിങ്ങൾ നന്നായിട്ട് ഫോമിലൊക്കെ പഠിച്ചാൽ അത്രയും ആവശ്യമില്ല. യെസ്, അടുത്ത ദിവസം ട്രൈ ചെയ്ത് നോക്കി. ഒരു 10 സെക്കൻഡ് സമയം തരാം, ഒന്ന് ട്രൈ ചെയ്തിട്ട് പറയാം. ചെയ്യാം. എ പ്ലസ് എ സ്ക്വയർ പ്ലസ് എ ക്യൂ മൈനസ് 1 വാല്യൂ വന്നിട്ടുണ്ട്. എ ക്യൂ പ്ലസ് 1/a ആണ്. ഇതിലൂടെ വേറെ ഒന്നും ചെയ്യില്ല. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? എ പ്ലസ് എ അങ്ങ് കോമൺ എടുക്കാം. എ കോമൺ എടുത്തു. എ കോമൺ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ സ്ക്വയർ. എ ക്യൂബിനെ എടുക്കുമ്പോൾ എ സ്ക്വയർ, എ സ്ക്വയറിനെ എടുക്കുമ്പോൾ എ പ്ലസ് 1 ഈക്വൽ ടു മൈനസ് 1 അപ്പുറത്ത് 1 എന്ന് വന്നു. അപ്പോൾ 1/a എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? എ സ്ക്വയർ പ്ലസ് എ പ്ലസ് 1 എന്ന് കിട്ടി, 1/a. അപ്പോൾ ഇവിടെ നമുക്കത് കൊടുക്കാം. എ ക്യൂബ് പ്ലസ് 1/aക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം? എ സ്ക്വയർ. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ എഴുതുന്നത്. എ സ്ക്വയർ പ്ലസ് കാണുമ്പോൾ തന്നെ രണ്ടാണ് ആൻസർ. എ സ്ക്വയർ പ്ലസ് എ പ്ലസ് 1 എന്ന് കിട്ടും ഈക്വൽ ടു, ഇതാണ് ആൻസർ. അപ്പോൾ എ ക്യൂബ് പ്ലസ് 1/a എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് എ പ്ലസ് 1 ആണ്. അപ്പോൾ എ ക്യൂബ് പ്ലസ് എ സ്ക്വയർ പ്ലസ് എയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? എ ക്യൂബ് പ്ലസ് എ സ്ക്വയർ പ്ലസ് എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ മൈനസ് 1 അപ്പുറത്ത് പോകുമ്പോൾ 1 ആണ്. അപ്പോൾ ഇത്രയും വാല്യൂ 1 ആണ്. അതേ അധികം 1 അധികം 2 നമുക്ക് 2 ആൻസർ കിട്ടും. ഓപ്ഷൻ സി. ഇത് കാണാൻ വലിയ എന്താണ്, നിങ്ങൾ ക്യൂബൊക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ വലിയ പാടാണ്. ഇത് മെത്തേഡാണ്. മെത്തേഡ് വെച്ചേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന്റെ വാല്യൂ വന്നിട്ടുണ്ട്. എ പ്ലസ് എ സ്ക്വയർ പ്ലസ് എ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ആണ്. പിന്നെ എന്ത് ചെയ്തു? നമ്മൾ ഇതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് 1/a കണ്ടുപിടിച്ചു. എന്ത് ചെയ്തു? ഇതിന്റെ കൂടെ കൂട്ടിയിട്ട് ഇത്രയും വാല്യൂ 1 ആണ്. ഇതിന്റെ കൂടെ 1 ഒന്നുകൂടെ കൂട്ടി 2 നമുക്ക് ആൻസർ കിട്ടും. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ഒന്ന് ട്രൈ ചെയ്തിട്ട് പറഞ്ഞേ. ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ട് പറയാം. മാക്സിമം പേർക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ട്. അടുത്ത നിങ്ങളുടെ ഗ്രൂപ്പുകളും പഠിക്കുന്ന ഇതൊക്കെ കാണുമല്ലോ, അവിടെയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കമ്പൈനായിട്ട് കുറെ പഠിക്കുന്നവരെ കിട്ടുകയും ചെയ്യും. ക്വസ്റ്റ്യൻസ് കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, എക്സ് മൈനസ് 1/x 10 ആണെങ്കിൽ വാട്ട് ഇസ് വാല്യൂ ഇതാണ് വേണ്ടത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ x⁴ മൈനസ് 1/x⁴ എക്സ് സ്ക്വയർ പ്ലസ് 1/x² ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 1/x². ഏറ്റവും കാൽക്കുലേഷൻ കുറയ്ക്കുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. എക്സ് സ്ക്വയർ മൈനസ് 1/x² എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 1/x ഇൻറ്റു എക്സ് പ്ലസ് 1/x. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഇതിൽ നിന്ന്. എക്സ് മൈനസ് 1/x വാല്യൂ 10 തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര? 10 ഉണ്ട്. എക്സ് പ്ലസ് 1/x ആണ്. അപ്പോൾ എ പ്ലസ് 1/, എക്സ് മൈനസ് 1/x k ആണെങ്കിൽ ഈ ഫോമിലേക്ക് പഠിക്കേണ്ടതാണ്. ഫൗണ്ടേഷൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എക്സ് പ്ലസ് 1/x എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് കെ സ്ക്വയർ പ്ലസ് 4 ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് കിട്ടും? എക്സ് പ്ലസ് 1/x, എക്സ് മൈനസ് 1/x 10 ആയതുകൊണ്ട് എക്സ് പ്ലസ് 1/x റൂട്ട് ഓഫ് കെ സ്ക്വയർ, 10ന്റെ സ്ക്വയർ 100 പ്ലസ് 4 104 കിട്ടും. 10 × 104 ഇൻറ്റു ഇനി എക്സ് സ്ക്വയർ പ്ലസ് 1/x². എക്സ് മൈനസ് 1/x k ആണെങ്കിൽ ഇതൊക്കെ നമ്മൾ പഠിച്ചാണ്. എക്സ് സ്ക്വയർ പ്ലസ് 1/x² ആയിരിക്കും പോകുന്നത്. കെ സ്ക്വയർ പ്ലസ് 2 ആയിരിക്കും.
ഇവിടെ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് 1/x². ഇതിന്റെ സ്ക്വയർ 10ന്റെ സ്ക്വയർ +2, അത് 100 + 2 102. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് കിട്ടും? 102 ഇൻറ്റു √104. ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കാം. എത്ര പേര് ആൻസർ ചെയ്തു എന്ന് എനിക്കറിയില്ല. വേറെ മെത്തേഡിലോട്ട് പോയാൽ കാൽക്കുലേഷൻ ഇൻക്രീസ് ആയി കൂടിക്കൊണ്ടിരിക്കും. യെസ്, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ഒന്ന് ട്രൈ ചെയ്തിട്ട് പറഞ്ഞേ. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഞ്ഞ വെച്ച് എഴുതുമ്പോൾ കാണാൻ പറ്റില്ല എന്ന്. നമുക്ക് മഞ്ഞ വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം? നീലെടുക്കാം. എന്ന് പറഞ്ഞേ, ട്രൈ ചെയ്ത് ആൻസർ കിട്ടും. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണ്ടേ, x+1/x 1 ആണെങ്കിൽ x³ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? -1 ആയിരിക്കും. ഇത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട, നിങ്ങൾ അല്ലെങ്കിൽ ഫൗണ്ടേഷനിൽ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഡെറിവേഷൻ എങ്ങനെയാണെന്ന് വേണം, ഇത് ആദ്യം കാണാതെ പഠിക്കേണ്ടതാണ്, ഇത് മൈൻഡിൽ വരേണ്ടതാണ്. അപ്പോൾ ഒരു നമ്പർ അതിന്റെ റെസിപ്രോക്കലും സമ്മ് 1 ആണെങ്കിൽ അതിന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ ആ നമ്പറിന്റെ ക്യൂബ്, അതായത് r³ - 2197 ആണ് നമ്മുടെ 13ന്റെ ക്യൂബ് =-1 ആണ്. r³ വാല്യൂ -2197. ഇതറിയാമെങ്കിൽ, ഇത് കാണാതെ പഠിക്കണമെന്ന് പറയുന്നത് ചുമ്മാതല്ല, ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി, പേന എടുക്കാതെ ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഒറ്റ സ്റ്റെപ്പ് എഴുതി ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ചില കാര്യങ്ങൾ നമ്മൾ കാണാതെ പഠിക്കണമെന്ന് പറയുന്നത്. ഇനി ഇതെങ്ങനെ വരുന്നതെന്ന് അറിയണം. നമുക്കറിയാം a³ + b³ എന്ന് പറഞ്ഞാൽ a + b × a² + b² - ab. ഇവിടെ x+1/x 1 ആണെന്ന് പറഞ്ഞാൽ നമുക്ക് x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x² + 1 ഇവിടെ എന്ത് വരും? x വരും. x² - x + 1 = 0 എന്ന് വരും. ഇവിടെ ഇപ്പുറത്തും ഞാൻ x+1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഇവിടെ 0ക്ക് മാറ്റമില്ല. ഓക്കെ, അപ്പോൾ ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ a³ + b³ x³ + 1 = 0 ആണ്. x³ = എന്തെന്ന് വരും? -1. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിൽ ആദ്യം പഠിക്കേണ്ടതാണ്, ബേസിക് പഠിക്കേണ്ടതാണ്. പിന്നെ എന്ത് ചെയ്യണം? ഇത് കാണാതെ പഠിക്കണം. പിന്നെ എന്ത് ചെയ്യണം? ഇതുപോലെ ചെയ്യണം. ഇവിടുത്തെ ആ ഒരു വാല്യൂ അതിന്റെ റെസിപ്രോക്കൽ. ഓക്കെ, ഇനി നമുക്ക് ഒരു 2 ക്വസ്റ്റ്യനോടെ ഉള്ളൂ. ആ 2 ക്വസ്റ്റ്യനോട് തീർത്തിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. യെസ്, ഓക്കെ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേ. ക്വസ്റ്റ്യന്റെ ലെവലൊക്കെ നിങ്ങൾ കണ്ടു. ഇതൊക്കെ എത്ര ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമായിരുന്നു? 10 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യും. അതിനകത്ത് എത്ര ചെയ്യാൻ പറ്റുമായിരുന്നു എന്നൊക്കെ പറയണം കേട്ടോ. അത് 2 ക്വസ്റ്റ്യനോടെ ഉള്ളൂ. വേഗം തീർക്കാം. ആൻസർ കിട്ടിയതിന്റെ 10 സെക്കൻഡ് സമയത്ത്. യെസ്, ചെയ്യാം. നമുക്ക് കിട്ടിയ ആൻസർ നമുക്ക് x⁴ - 2x² + 1 x² - 2x + 1. ഇവിടെ 0 ഒന്നും ഇട്ട് കൊടുക്കേണ്ട വരും നോക്കണ്ട. 1 ഉം 1 ഉം ഇവിടെ എല്ലായിടത്തും 1 വരും. മൂന്നിടത്ത് 1 വരും. 0 ഒന്നും നോക്കണ്ട. കഴിഞ്ഞു, വാല്യൂ പുട്ടിങ് കഴിഞ്ഞു. 0 കൊടുത്താലും 1 കൊടുത്താലും പറ്റത്തില്ല. ഡിനോമിനേറ്റർ 0 ആവരുത്. കാര്യം ഓപ്ഷൻ എല്ലാം അടുത്തെടുത്ത് നോക്ക്. x² സ്ക്വയർ ആയത് -2x² + 1 എന്ന് പറഞ്ഞാൽ എത്ര? x² - 1 ഹോൾ സ്ക്വയർ. ഇതിന്റെ സ്ക്വയർ -2ab + b² ഡിവൈഡ് ബൈ ഇതെന്ന് പറഞ്ഞാൽ എന്താ? x - 1 ഹോൾ സ്ക്വയർ. x² - 2ab എന്ന് പറഞ്ഞാൽ 2x 2 × x × 1 + 1 x - 1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? x² - 1 എന്ന് പറഞ്ഞാൽ x + 1 × x - 1. അപ്പോൾ ആ x - 1 ഇതിനെ നമുക്ക് x + 1 × x - 1 എന്ന് എഴുതാം. ഇതൊക്കെ നിങ്ങൾക്ക് മൈൻഡിൽ വരുന്നുണ്ടോ? +1 ഓൾജിബ്ര അടിപൊളിയാണ്, നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞു. x + 1 സ്ക്വയർ × x - 1 സ്ക്വയർ എന്ന് വരും. അതുകൊണ്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഇത്രയൊക്കെ എഴുതുന്നത്. നോക്കി തന്നെ വെട്ടി തന്നെ ഇവിടെ വെച്ച് തന്നെ തീർക്കാം. ഇത് വെട്ടിപ്പോയി x + 1 ഹോൾ സ്ക്വയർ വരും. അങ്ങനെ ഓപ്ഷനിലില്ല, പക്ഷേ x² + 2x + 1 ഓപ്ഷനിലുണ്ട്. x² + 2x + 1 ഓപ്ഷൻ സി. എത്ര പേര് ആൻസർ കിട്ടിയെന്ന് എനിക്കറിയില്ല. ആൻസർ കിട്ടിയെങ്കിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഐഡന്റിഫൈ ചെയ്യണം. ഇതാണ് നമ്മുടെ സംഭവം, ഐഡന്റിഫൈ ചെയ്യും. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അടുത്ത ഇതൊക്കെ എനിക്ക് പേന എടുക്കാതെ ഒരുപാട് സമയം കുറച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ പുതിയതായിട്ട് ആൾക്കാരുണ്ട്, നമ്മൾ അഡ്വാൻസ് മാത്സിന്റെ ക്ലാസ് അധികം ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താൽ മതിയെങ്കിൽ നിങ്ങൾ അത് പറയും. അടുത്ത ക്ലാസ്സുകൾ ഇതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയെങ്കിൽ പറയും. ഇത് അടുത്തൊരു ഫോം. ഒരു സംഭവത്തിന്റെ ക്യൂബ് അടുത്തതിന്റെ ക്യൂബ് = 3 × 3x - 1 4x - 3 2x + 1 a³ + b³ + c³ = 3abc ഫോമിലാണ്. ഒന്ന് ചെയ്തിട്ട് പറഞ്ഞ ആൻസർ എത്ര കിട്ടുമെന്ന് പറഞ്ഞു വേഗം. ഇത് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. കിട്ടിയ ആൻസർ നമുക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ എക്സ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, x 1/3 അല്ല. അപ്പൊ നമുക്കറിയാവുന്ന ഒരു ഫോമുല എന്ന് പറഞ്ഞാൽ a³ + b³ + c³ = 3abc. മൂന്നെണ്ണത്തിന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 3 × ആ 3 സംഭവം അത് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ a + b + c = 0. അതാണ് നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ളത്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത് നമ്മൾ നോർമലി അതാ ചെയ്യുന്നത്. a + b + c നോക്കുമ്പോൾ ഇതും ഇതോടെ കൂടുന്ന 0 ആണ്. എക്സ് മാത്രം നോക്കുക. 3x 4x 7x 2x 9x 9x = +1 -1 പോയി 9x = 9x - 3 = 0 9x = 3 x = 3/9 1/3. x 1/3 അല്ലെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആ പരിപാടിയല്ല.
അപ്പോൾ നമ്മുടെ അടുത്ത ഫോമിലോട്ട് പോകണം. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് ഈക്വൽ ടു 3ab ആയാൽ എ പ്ലസ് ബി പ്ലസ് 0 ആണ്. അതുപോലെ തന്നെ എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി യു ആയിരിക്കും. അത് ഫോമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് മൈനസ് 3abcയുടെ 3 ഫോമുല പഠിച്ചാൽ എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് സി മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് ബി മൈനസ് സി ദ ഹോൾ സ്ക്വയർ, അങ്ങനെ ഒരു ഫോമുല ഉണ്ട്. അത് വെച്ചിട്ടാണ് ഇത് വരുന്നത്. എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും രണ്ടെണ്ണം ഈക്വേറ്റ് ചെയ്താൽ മതി. എ ഈക്വൽ ടു ബി ഈക്വേറ്റ് ചെയ്യാം. അപ്പോൾ 3x മൈനസ് 1 ഈക്വൽ ടു 4x മൈനസ് 3. ഇപ്പോൾ 3x അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ 4x മൈനസ് 3x എക്സ് വരും. എക്സ് ഈക്വൽ ടു -1 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 2 എന്ന് വരും. എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എന്ത് ചെയ്യാം? ഈക്വേറ്റ് ചെയ്യാം. ഇത് ഈക്വേറ്റ് ചെയ്യുമ്പോൾ സെയിം വന്നേ പറ്റൂ. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ തെറ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മാർക്ക് വരും. 4x മൈനസ് 3 ഈക്വൽ ടു 2x പ്ലസ് 1. അപ്പോൾ 4x മൈനസ് 2x ഈക്വൽ ടു 4 എന്ന് വരും. -3 അപ്പുറത്ത് പ്ലസ് 1 ആയി. എക്സ് എന്ന് പറഞ്ഞാൽ 2 എന്ന് വരും. അവിടെ നമുക്ക് എക്സ് 2 തന്നെ കിട്ടും. ഇനി ഇത് ഈക്വേറ്റ് ചെയ്താലും നിങ്ങൾക്ക് അത് തന്നെ കിട്ടും. എക്സിന്റെ വാല്യൂ 2 എന്ന് കിട്ടി. അപ്പോൾ ഇന്ന് നമ്മൾ ഓൾജിബ്രയുടെ നല്ല 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ 10ൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്വന്തമായിട്ട് കിട്ടി, എത്ര മാർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ള കാര്യം കമന്റ് ആയിട്ട് പറയുക. മാക്സിമം നിങ്ങൾക്ക് അഡ്വാൻസ് മാത്സ് ക്ലാസ് വേണമെങ്കിൽ അത് പറയുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ക്ലാസ് എടുത്തുള്ളൂ. അല്ലാതെ വെറുതെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ ഈ ചാനൽ ചെയ്തിട്ടുണ്ട്, ഹൈ ക്വാളിറ്റി ക്ലാസ്സുകൾ. അത് 200 300 വ്യൂസ് മാത്രമേ ഉള്ളൂ. നമ്മൾ വെറുതെ ചെയ്തിരുന്നുകൊണ്ട് കാര്യമില്ല. നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ പറയുക, ഞാനത് ചെയ്ത് തരുന്നതായിരിക്കും, ക്ലാസ് ചെയ്യുന്നതായിരിക്കും. യൂസ്ഫുൾ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ക്രാഷ് കോഴ്സ് കണ്ടിന്യൂ ചെയ്ത് പോകാം. അല്ലെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. ക്ലാസ്സുകൾ തരുന്നതിന് ഒരു പ്രശ്നമില്ല. നിങ്ങളത് കാണണം, കണ്ട് സെറ്റ് ആവണം. ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആണെന്ന് അറിയണം. ഓക്കെ, ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. കണ്ടിന്യൂ ചെയ്തെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാം. ഓക്കെ, അപ്പം നമുക്ക് ടെലിഗ്രാം ചാനലിൽ എൻ്റെ ക്ലാസ് നോട്ട് ഇടുന്നതായിരിക്കും. മാക്സിമം സെറ്റായി പോവാം. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എല്ലാവരും നല്ല മാർക്ക് വാങ്ങി സെൻട്രൽ ഗവൺമെന്റ് ജോലികളിൽ എല്ലാത്തിലും കയറാൻ പറ്റട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബാക്കിയായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ കമന്റ് എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് കമന്റ് ആയിട്ട് പറയും. എല്ലാവരും ക്ലാസ് കാണുന്ന എല്ലാവരും യൂസ്ഫുൾ ആണെങ്കിൽ അത് കമന്റ് ആയിട്ട് മസ്റ്റായിട്ട് ഒന്ന് പറയാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.